മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടനൊരു ജോലിക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ കാലും വെച്ച് ഞാൻ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നതെന്ന് പറയുകയാണ്. ഇപ്പോൾ പോകാനല്ല, കാല് ശരിയായതിനു ശേഷം പോയാൽ മതി എന്നെല്ലാം പറയുമ്പോൾ നീ വലിയ സഹിക്കാനായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്, പിന്നെ ഇപ്പോൾ നിനക്ക് മതിയായോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എന്നാലും നമ്മൾക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഉണ്ണിയേട്ടനൊരു ജോലി വേണ്ടേ, അല്ലാതെ എത്ര കാലം ഒരാളുടെ കീഴിൽ നമ്മൾ ജീവിക്കുമെന്നെല്ലാം പറയുമ്പോൾ എനിക്കതിനൊന്നും പറ്റില്ല, ഞാൻ പണ്ട് മുതലേ ജീവിച്ചു പോകുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇതിൽ നിന്നും ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും നന്നായില്ല, നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, എന്നെയും കുഞ്ഞിനെയും നിങ്ങൾ നന്നായിട്ട് നോക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല, പറ്റുമെങ്കിൽ ഞാൻ മുത്തശ്ശിയുടെ വീടും പറമ്പുമെല്ലാം വിറ്റിട്ട് ആ പൈസ കൊണ്ട് ഞാൻ ജീവിക്കും, അങ്ങനെ ഇപ്പം നടക്കുകയുള്ളൂ എന്നെല്ലാം പറയുമ്പോഴേക്കും ഉണ്ണി മനസ്സിൽ കരുതുന്നുണ്ട്, അപ്പോൾ ഇവളുടെ മുത്തശ്ശിയുടെ സ്വത്തും മുതലും തന്നതൊന്നും ഇവൾ അറിഞ്ഞിട്ടില്ല, എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ചിലവ് നടത്താനൊന്നും കഴിയില്ല, എനിക്ക് ഇങ്ങനെ തന്നെ പോകാനാണ് ഇഷ്ടമെന്നെല്ലാം ഉണ്ണി തീർത്ത് പറയുന്നു. പിന്നീട് ദുർഗയോടായിട്ട് കരുണ പറയുന്നുണ്ട്, അച്ഛനെ ആ മാർക്കോ ആണെങ്കിൽ തല്ലി ചതച്ചൊരു പരുവത്തിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, അതിനെന്താണ് നീ എന്നോട് ഇതെല്ലാം എന്ന് പറയുന്നത്, അവനെ കൊല്ലുക തന്നെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. അതേസമയം കരുണ പറയുന്നുണ്ട്, അത് ആ നഷ്ടപരിഹാര തുക ഉണ്ണിയേട്ടൻ ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ എനിക്കും ഉണ്ണിയേട്ടൻ തന്നെ അത് കൊണ്ട് ജീവിക്കാമായിരുന്നു, ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ലാവിഷായിട്ട് തന്നെ ജീവിക്കാമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതിന് നീയൊന്നും ഒരിക്കലും ലാവിഷായിട്ട് ജീവിക്കരുത്, നീയൊക്കെ എപ്പോഴും ദുഃഖം അറിഞ്ഞും ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ജീവിക്കാനെന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയാകെ വല്ലാതെ ആകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വരുന്ന കണ്ണനോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, ഇവൾക്ക് ഇവളുടെ അച്ഛൻ്റെ നഷ്ടപരിഹാര തുക ഒന്ന് മാറ്റി കൊടുക്കണമെന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അയാൾ എൻ്റെ അച്ഛനെ കൊന്നിട്ടല്ലേ ഇത്രയും പൈസ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ആ കേസ് നടത്തിക്കൊണ്ട് തന്നെ അയാളുടെ പൈസകളെല്ലാം തന്നെ തീരട്ടെ, അങ്ങനെയെങ്കിലും അയാളൊന്ന് ഒടുങ്ങട്ടെ എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ആകെ വല്ലാതെ നിൽക്കുകയാണ് കരുണ. നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യണം, അതിന് നിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നിൻ്റെ മഹി അടുക്കള പണിയെല്ലാം ചെയ്യിച്ചത് നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി തന്നെയാണെന്നും അതുപോലെ തന്നെയാണ് ഉണ്ണിയെ ഞാൻ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുമ്പോൾ അവൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും വരുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് കരുണ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് പോലും ഓർക്കാത്ത ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ കരുണ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ദുർഗയാണെങ്കിൽ ഉണ്ണിക്ക് അവളുടെ മുത്തശ്ശിയാണെങ്കിൽ അവരുടെ സ്വത്തും സ്വർണവും എല്ലാം എഴുതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ഓർത്തിട്ടുണ്ട് ഇവൻ എന്തുകൊണ്ടാണ് കരുണയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന്, ഇതാണ് കാരണമെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ കാര്യം ചോദിക്കാനായിട്ട് ഉണ്ണിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കണ്ണൻ. നീ കരുണയുടെ മുത്തശ്ശിയുടെ സ്വത്തുക്കളെല്ലാം മേടിച്ചിട്ടാണോ കരുണയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ പുണ്യത്തിനാണോ എന്ന് കരുതിയോ എന്നെല്ലാം ചോദിക്കുന്നത് കേട്ട് കണ്ണൻ വല്ലാതെ ആകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കണമെങ്കിൽ സ്വത്ത് വേണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ എഴുതിയെടുത്തത്, അത് തരാൻ അവർ തയ്യാറായതാനും അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയതെന്നെല്ലാം ഉണ്ണിയാണെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ തന്നെ കണ്ണനോട് പറയുന്നു. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്, നീ ഇപ്പോഴും സ്വത്തിനെയും പണത്തെയുമാണ് അവിടെ സ്നേഹിക്കുന്നത്, സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും നല്ല രീതിക്ക് നോക്കാനുള്ള കഴിവ് നിനക്കില്ലേ, പിന്നെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏട്ടൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചിന്തിക്കുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ഉണ്ണി. പിന്നീട് കരുണയുടെ കാര്യത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുന്ന മുത്തശ്ശിക്കാണെങ്കിൽ ആകെ സങ്കടം വരുന്നു. ഇത്രയ്ക്കും അവൻ എഴുതി കൊടുത്തിട്ട് വീണ്ടും അവൻ നഷ്ടപരിഹാരം ചോദിക്കുകയാണല്ലോ പ്രതാപ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നു, ഇതിലും ഭേദം ആ കണ്ണൻ തന്നെയാണ്, അവനാണെങ്കിൽ അവൻ്റെ ഭാര്യയും കുഞ്ഞെന്ന് പറഞ്ഞാൽ ജീവനാണ്, പക്ഷേ ഉണ്ണി അങ്ങനെയല്ല, ഉണ്ണിക്കാണെങ്കിൽ സ്വത്തിനും പണത്തിനും മാത്രമേ താല്പര്യമുള്ളൂ, എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചല്ലോ അമ്മയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആകെ പ്രതാപൻ ആണെങ്കിൽ സങ്കടപ്പെടുന്നു. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ണൻ്റെ കുഞ്ഞിനെ കഴുത്തിലൊരു കറുത്ത പാടുണ്ട്, അതൊരു ഭാഗ്യം മറുകാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആ കുഞ്ഞാണെങ്കിൽ നല്ലൊരു ഭാഗ്യമുള്ള കുഞ്ഞായിരിക്കും, അതുകൊണ്ട് അവരെ പോലെ തന്നെ ദൈവകൃപ ആ കുഞ്ഞിനും ഉണ്ടാവുമെന്നെല്ലാം പറയുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, അമ്മ അപ്പോൾ ആ കുഞ്ഞും ദൈവത്തിൻ്റെ അവതാരം തന്നെയാകുമോ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല, ഇവരുടെ പ്രാർത്ഥനയും മഹാലക്ഷ്മിയുടെ നന്മയും കണ്ണൻ്റെ നന്മയും എല്ലാം കൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞിനെ തന്നെയായിരിക്കും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതിനോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണമെന്നെല്ലാം മുത്തശ്ശി പ്രതാപനോടായിട്ട് പറയുന്നു. പിന്നീട് ആ സിദ്ധിയായ അമ്മയാണ് കാണിക്കുന്നത്. അമ്മയാണെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ നിന്നും നല്ല രീതിക്ക് തന്നെ മഹിക്കും കുഞ്ഞിനും
കണ്ണന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. സീമന്തിനിയുടെ കുത്തുവാക്കുകളെല്ലാം കേട്ട് തന്നെ വാമദേവനാകെ വല്ലാത്ത അവസ്ഥയിൽ തന്നെയാകുകയാണ്. അങ്ങനെ വാമദേവനാണെങ്കിൽ മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ നല്ല മാറ്റമുണ്ടെന്നും അതുകൊണ്ട് നിനക്ക് തോമസ് ഡോക്ടറുടെ അടുത്ത് പോയി നിന്നെ എന്ത് വിറ്റ് ചുട്ടിട്ടാണെങ്കിലും എനിക്ക് ചികിത്സിക്കണം. അങ്ങനെയെങ്കിലും നീ പുറത്തു വന്നാലെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും അയാളെ ഒന്ന് കാണണം. അതുകൊണ്ട് നമുക്ക് പോകാമെന്നെല്ലാം തീരുമാനിക്കുകയാണ് രണ്ടുപേരും. പിന്നീട് ഉറങ്ങിക്കിടക്കുന്ന കണ്ണൻ്റെ അടുത്ത് വന്ന് വല്ലാത്ത സങ്കടത്തിൽ കരയുകയാണ് ദുർഗ. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, മോനെ എന്നോട് ക്ഷമിക്കണം. ഞാൻ മോനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും മോൻ ഒരിക്കലും നടക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മോന് മരുന്ന് മാറ്റി തന്നിട്ടുണ്ടെന്നും അതെല്ലാം ആ വാമദേവൻ പറഞ്ഞതനുസരിച്ചിട്ടാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദുഃഖിക്കുകയാണ് ദുർഗ. അതുകൊണ്ട് മോൻ എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദുഃഖിച്ചുകൊണ്ട് ദുർഗ കരയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അമ്മ എൻ്റെ കാല് പിടിക്കുകയൊന്നും വേണ്ട, അമ്മ നന്നായിട്ട് തന്നെ മാറിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ദുർഗയാണെങ്കിൽ കുറച്ച് പൈസ എടുത്ത് കണ്ണൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നിൻ്റെ മോൾക്ക് ആവശ്യമുള്ള സ്വർണ്ണമെല്ലാം വാങ്ങിച്ചു കൊടുക്ക്, അവൾക്ക് വേണ്ടി അതെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് കഴിയണം എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അമ്മ നാളെ 28 വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, അമ്മ എൻ്റെ കൂടെ വരണമെന്ന് കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.